Hi, how are you all? Good afternoon, all of you. It's me, ഷിനു ഷേഖ് ഖാദർ. ഞാൻ ഈ 2025 ഫസ്റ്റത്തെ ലൈവാണ്. ഈ ലൈവ് വരാനുള്ള കാരണം ശ്രീമാൻ ബോബി ചെമ്മന്നൂർ, നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ, അദ്ദേഹത്തിനെതിരെ വളരെ പ്രശസ്തമായ ഒരു നടി ഒരു സ്ത്രീത്വ വിരോധത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ വിചാരണ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എനിക്കൊരു എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. ശ്രീമാൻ ബോബി ചെമ്മന്നൂർ, നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ, എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം അവരെപ്പറ്റി, നടിയെപ്പറ്റി, നടിയോട് പരാമർശിച്ചത് അവരെ കുന്തി ദേവിയായിട്ട് വിശേഷിപ്പിച്ചു. നമുക്കറിയാം, കുന്തി ദേവി മഹാഭാരതത്തിലെ വളരെ സഹനശക്തിയുള്ള, ഒരുപാട് സഹിക്കുന്ന, തൻ്റെ ഭർത്താവിനെയും മക്കളെയും ഓർത്ത് വേദനിക്കുന്ന, മാതൃപരമായിട്ടുള്ള ആത്മപ്രശംസ പിടിച്ചു പറ്റിയ ഒരു അമ്മയാണ്. നമുക്കെല്ലാവർക്കും, മഹാഭാരതം അറിയുന്ന എല്ലാവർക്കും അറിയാം, കുന്തി ദേവിയോളം പ്രാധാന്യമുള്ളൊരു മാതാവ് മഹാഭാരതത്തിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തൻ്റെ യുദ്ധത്തിൽ ജയിച്ചപ്പോഴും തൻ്റെ പ്രിയപുത്രനായ കർണൻ വധിക്കപ്പെട്ടതോർത്ത് സഹതപിച്ചിട്ടുള്ള ഒരു മാതൃസ്നേഹത്തിന് ഉടമയായിട്ടുള്ള സ്ത്രീയാണ് കുന്തി ദേവി. അദ്ദേഹത്തെ പരാമർശിച്ചപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാതൃസ്നേഹമുള്ള എല്ലാ സ്ത്രീകളെയും ആരെ തന്നെ പരാമർശിച്ചാലും അവർ ഒരു നന്ദി വാക്കാണ് തിരിച്ച് പ്രകടിപ്പിക്കേണ്ടത്. കാരണം കുന്തി ദേവി അത്രയും പ്രാധാന്യമുള്ള ഒരാളാണ്. വേറൊരു മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തിനാണ് ആ നടി അദ്ദേഹത്തിനെതിരെ കേസ് പോയത് എന്ന് ആലോചിച്ചപ്പോൾ സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന് ഒരുപാട് വന്നിട്ടുണ്ട്. അത് ശ്രീമാൻ ബോച്ചയുടെ പരാമർശത്തിലല്ല വന്നിരിക്കുന്നത്. ആ പേരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാം, അത് വേറെ രീതിയിൽ ഇന്നർ മീനിങ്ങിലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പേരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സൈബർ അറ്റാക്ക് ഒരുപാട് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ശ്രീമാൻ ബോച്ചെ തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയും മാതൃപരമായിട്ടുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആ പേര് വിളിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോച്ചെ അത് പല പ്രാവശ്യം ആവർത്തിച്ച് വാർത്താ ചാനലിലൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പേരിൽ ഒരാളെ മാത്രം തേജോവധം ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അതേപോലെ തന്നെ അതിൻ്റെ പരിശുദ്ധി കണക്കിലെടുത്തുകൊണ്ട് അതൊരു കേസിലേക്ക് പോകേണ്ട ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. അത് കേസ് എടുക്കേണ്ടതായിട്ടും തോന്നുന്നില്ല. എനിക്കറിയില്ല, എൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അത്രയൊക്കെ ഉണ്ടോ നമ്മൾ കുന്തി ദേവി എന്ന് പറയുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു മാതൃസ്നേഹം തുളുമ്പുന്ന ആ ഒരു മഹത് പേര് വിളിച്ചതിൻ്റെ പേരിൽ ഇത്രയും കഠിനമായിട്ടുള്ളൊരു രീതിയിലേക്ക് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും താങ്ക് യു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ, ഷിനു ഷേഖ് ഖാദർ.